എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാമായണത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിൽ മനുഷ്യർ മാത്രമൊന്നുമല്ല ഉള്ളൂ. അതിൽ വാനരന്മാരുണ്ട്, അതിൽ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. ഇനി നമുക്ക് കാണാൻ സാധിക്കാത്ത ആളുകൾ പോലും പല സമയത്തും രാമായണത്തിൽ വന്നു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മായാവികളായിട്ടുള്ള അസുരന്മാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതിൽ മൃഗങ്ങളുടെയും പക്ഷികളുടെയും പട്ടിക നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലേറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്ത് വരുന്ന ഒരു പക്ഷിശ്രേഷ്ഠൻ്റെ കഥയാണ് ഇന്നേ ദിവസം രാമകഥാമൃതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാക്ഷാൽ ജടായുവിൻ്റെ കഥ. സീതാദേവിയെ രക്ഷിക്കാനായിട്ട് ഏതറ്റം വരെയും പോയ ജടായുവിൻ്റെ കഥ നമുക്ക് സുപരിചിതമാണെങ്കിലും ഈ രാമായണ മാസക്കാലത്ത് നമുക്കതൊന്ന് അനുസ്മരിക്കാം. ആരാണ് യഥാർത്ഥത്തിൽ ഈ ജടായു? അദ്ദേഹം ഒരു പക്ഷിശ്രേഷ്ഠനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സൂര്യൻ്റെ സാരഥിയായിട്ടുള്ള അരുണനാണ്. ആ അരുണന് ശ്വേനി എന്ന് വിളിക്കപ്പെടുന്ന ഒരു കന്യകയിൽ ഉണ്ടായിട്ടുള്ള മക്കളായിരുന്നു ജടായുവും അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള സമ്പാദിയും. കുട്ടിക്കാലം മുതലേ ജടായുവും സമ്പാദിയും എപ്പോഴും മത്സരങ്ങളായിരുന്നു. ആരാണ് കൂടുതൽ കേമൻ എന്നറിയാൻ വേണ്ടിയിട്ട്. ഒരിക്കൽ അവരൊരു മത്സരം വെച്ചു, ആരാണ് ഏറ്റവും ഉയരത്തിൽ പറക്കുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ജടായുവും സമ്പാദിയും തൻ്റെ കഴിവിൻ്റെ പരമാവധി ശക്തി ഉപയോഗിച്ചുകൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ പറക്കുകയാണ്. ജടായു ഈ ഒരു മത്സരത്തിൻ്റെ വാശി അങ്ങോട്ട് കൂടി അദ്ദേഹം സൂര്യൻ്റെ അടുത്ത് വരെ ചെന്ന് പറക്കാൻ ശ്രമിച്ചു എന്നാണ്. അത് അപകടമാണ് എന്ന് മനസ്സിലാക്കിയ സമ്പാദി അദ്ദേഹത്തിൻ്റെയും മുകളിൽ പറന്ന് തൻ്റെ ചിറക് കൊണ്ട് അനുജനെ സംരക്ഷിച്ചു. ആ സമയത്ത് ജടായുവിന് അപകടമൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിലും പാവം സമ്പാദിയുടെ ചിറക് മുഴുവൻ കരിഞ്ഞുപോയി, അദ്ദേഹം നിലത്ത് വീഴുകയും ചെയ്തു. അങ്ങനെ ഒരു കഥ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ളതായിട്ട് പറയാറുണ്ട്. ഈ ജടായു എന്ന് വിളിക്കുന്ന പക്ഷിശ്രേഷ്ഠൻ താമസിച്ചിരുന്നത് പഞ്ചവടിയിലായിരുന്നു. അദ്ദേഹം അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥന്റെ ഒരു സുഹൃത്ത് ഭാവത്തിലുള്ള പക്ഷിയാണ് എന്നും പറയാറുണ്ട്. അങ്ങനെ ജീവിച്ചിരുന്ന ആ ജടായു ഒരിക്കൽ മാർഗമധ്യേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്നത് ഒരു പെൺകുട്ടിയെ ഒരു ക്രൂരനായിട്ടുള്ള രാക്ഷസൻ ബലാത്കാരമായിട്ട് പിടിച്ചു കൊണ്ടുവരുന്നതാണ്. ആ പെൺകുട്ടി ആവട്ടെ വിളിക്കുന്ന പേരുകളൊക്കെ ജടായുവിന് പരിചയമുള്ള പേരുകളാണ്. ആ പെൺകുട്ടി വിളിക്കുന്നത് രാമ, സൗമിത്രേ എന്നൊക്കെയാണ്. അത് ദശരഥന്റെ മക്കളായിട്ടുള്ള രാമനും ലക്ഷ്മണനുമാണെന്ന് സാക്ഷാൽ ജടായു മനസ്സിലാക്കുകയും തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മകൻ്റെ ഭാര്യയാണ് ഈ രാക്ഷസൻ തട്ടിക്കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കിയ ജടായു രാവണനെ തടയാൻ ആ രാവണന്റെ മാർഗമധ്യേ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. രാവണൻ കണ്ടപ്പോൾ ഒരു പക്ഷി തൻ്റെ നേരെ വന്ന് നിൽക്കുന്നു. താനാണെങ്കിൽ ലോകം മുഴുവൻ ജയിച്ച ആളാണ്, വരം കിട്ടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഈ പക്ഷിയെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. അദ്ദേഹം ഒന്നോ രണ്ടോ അസ്ത്രങ്ങളൊക്കെ ഈ പക്ഷിക്ക് നേരെ അയച്ചു നോക്കി. എന്നാൽ വളരെ നിസാരമായിട്ട് രാവണന്റെ അസ്ത്രങ്ങളെ ആ പക്ഷി പൊടിച്ചു കളയുകയും തൻ്റെ കൂർത്ത നഖവും കൊക്കും ഉപയോഗിച്ചുകൊണ്ട് ദശാനനെ കാര്യമായി പരിക്കേൽപ്പിക്കാനും ജടായുവിന് സാധിച്ചു എന്നാണ്. പല സമയത്തും രാവണന് പോലും തോന്നി തുടങ്ങി താൻ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പരാജയപ്പെടുവോ, ഈ സീതയെ ഈ പക്ഷി സ്വതന്ത്രയാക്കുമെന്നൊക്കെ. ആ ഒരു ഘട്ടം വരുന്ന സമയത്ത് തൻ്റെ കയ്യിലുള്ള ചന്ദ്രഹാസം എന്ന് വിളിക്കപ്പെടുന്ന ആ വാളെടുത്ത് ആ ജടായുവിൻ്റെ ചിറകുകളെ ആ ക്രൂരനായിട്ടുള്ള രാക്ഷസൻ വെട്ടി എന്നാണ്. ജടായുവിൻ്റെ ശരീരത്തിലേക്കും രാവണൻ ആഞ്ഞു വെട്ടി. എഴുത്തച്ഛൻ പറയുന്നത് എങ്ങനെയാണ് ജടായു രാവണന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്? ചിറക് വിടർത്തി നിൽക്കുന്ന ജടായുവിന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ മാർഗമധ്യേ ഒരു പർവ്വതം വന്ന് നിൽക്കുന്നത് പോലെ തോന്നി എന്നാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ജടായുവിനെ വർണ്ണിച്ചിട്ടുള്ളത്. അത്ര ഗംഭീരനായിട്ടുള്ള ഒരു പക്ഷിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു പരിധി വരെ രാവണനെ പ്രതിരോധിക്കാനും സാധിച്ചു. ഏത് രാവണനെയാണ് അദ്ദേഹം പ്രതിരോധിച്ചതെന്ന് ആലോചിക്കണം. കൈലാസം പോലും എടുത്തുയർത്തിയ രാവണനെയാണ് ഒരു പരിധി വരെ ഒരു പക്ഷി പ്രതിരോധിച്ചത്. അപ്പോൾ ആ പക്ഷിയുടെ ഒരു വീര്യത, ആ പക്ഷിയുടെ ശക്തി എത്രത്തോളം ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചന്ദ്രഹാസം കൊണ്ടുള്ള ക്ഷത ഉണ്ടായിട്ടുള്ള ജടായു താഴെ മൃതപ്രാണനായി താഴേക്ക് വീഴുകയും ചെയ്തു. അവിടെ ആ വീണ് കിടക്കുന്ന സമയം തൊട്ട് രാമ 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 എന്ന് ഉറക്കെ വിളിച്ച് ആ പക്ഷി അവിടെ കാലം കഴിച്ചു കൂട്ടിയെന്നാണ്. സീതാന്വേഷണത്തിനായിട്ട് വരുന്ന രാമലക്ഷ്മണന്മാർ ഈ താഴെ വീണ് കിടക്കുന്ന പക്ഷിയെ കാണുകയും ജടായു എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയുകയും ഏത് ദിക്കിലേക്കാണ് സീതയെ കൊണ്ടുപോയത് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഭഗവാന്റെ മടിയിൽ വെച്ച് ജീവൻ ഉപേക്ഷിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു പക്ഷി ശ്രേഷ്ഠനാണ് ജടായു. ജടായുവിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ഭഗവാൻ വേണ്ട തരത്തിൽ ചെയ്തു കൊടുത്തു എന്നും രാമായണത്തിൽ പറയാറുണ്ട്. ഒരു പക്ഷിയായിട്ട് ജനിച്ചിട്ട് പോലും
വിഷ്ണുലോകം പൂകിയ ജടായുവിൻ്റെ കഥ സ്മരിക്കുന്നതിലൂടെ നമുക്കും ഭഗവാന്റെ ഭക്തി ഉള്ളിൽ കൂട്ടാൻ വേണ്ടി അത് സഹായിക്കും എന്നാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. ആധുനിക ഭാരതത്തിൽ ജടായുവിനെ എപ്പോഴും ചിത്രീകരിക്കാറുള്ളത് സ്ത്രീ സുരക്ഷയുടെ പ്രതീകമായിട്ടാണ്. നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്ന സമയത്തും ഭാരതത്തിൻ്റെ പല ദിക്കിലും പല സ്ത്രീകളും പല തരത്തിലുള്ള ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. അവരെയൊക്കെ തന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ പൗരന്മാർക്കും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെയൊക്കെ ഉള്ളിൽ ഒരു ജടായു ഉണ്ടായിരിക്കണം എന്നാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഭാരതം പലപ്പോഴായിട്ട് ജടായു എന്ന് പറയുന്ന പ്രതീകം ഉയർത്തിപ്പിടിക്കാറുള്ളത് സ്ത്രീ സുരക്ഷയെ മുൻനിർത്തിയാണ് എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ജടായു എന്ന പക്ഷി ശ്രേഷ്ഠന്റെ കഥ ഇന്ന് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.